ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കാൻ പറയും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഗ്രോ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ ഒരു ജിമെയിൽ ഐ ഡി അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതാണ്. മൊബൈൽ OTP വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ OTP സെൻഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 4 ഡിജിറ്റ് എൻട്രി പിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതാണ്. ആ പിന്നായിരിക്കണം പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് കയറാൻ സാധിക്കുന്നത്. അപ്പോൾ അത് മറക്കരുത്. ശേഷം ആപ്ലിക്കേഷൻ്റെ പെർമിഷൻസുകൾ ചോദിക്കും. ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എൻ്റർ യുവർ പാൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെയായി നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷന് വേണ്ടി കുറച്ച് ടൈം പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിലുള്ള നെയിം ഇവിടെ എൻ്റർ ചെയ്ത് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം അടിഭാഗത്ത് ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസുകളും പാൻ കാർഡിലത്തെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ബാങ്ക് ഫോർ മുഹമ്മദ് ഫസൽ സി, അതായത് നിങ്ങളുടെ പേര് എഴുതി കാണിച്ചിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ബാങ്ക് അക്കൗണ്ട് ആയിട്ടുള്ള വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ₹1 പേയ്മെന്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ്. ഇതിനാവശ്യമായിട്ടുള്ള UPI ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചെയ്തിരിക്കുന്ന പേയ്മെന്റ് റീഫണ്ട് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഒക്യുപ്പേഷൻ എന്താണെന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും. ഞാനിവിടെ നിന്ന് സ്റ്റുഡൻറ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് റിക്വയർഡ് ടു ഫിനിഷ് KYC എന്ന് പറയുന്നതിന് ഭാഗത്തായിട്ട് നിങ്ങളുടെ മദർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫാദർ നെയിം എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ്. അവിടെ ആയിട്ട് രണ്ടാമത്തെ കോളത്തിൽ ഫാദർ നെയിമും കൂടി എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആനുവൽ ഇൻകം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. മാരീഡ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ നോ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അതിനുശേഷം വെരിഫൈ ആധാർ വിത്ത് OTP എന്ന് പറയുന്നതിന് താഴെയായിട്ടുള്ള OTP വെരിഫിക്കേഷനുള്ള ഇന്റർഫേസിലോട്ട് കയറി വരിക. അതിനുശേഷം നിങ്ങളുടെ ഡിജി ലോക്കർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ കാണുന്ന കോളത്തിൽ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറിലോട്ട് OTP പോകുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഡിജി ലോക്കറിൻ്റെ 6 പിൻ ഇവിടെ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുക. ഡിജി ലോക്കർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും എടുക്കാൻ സാധിക്കുന്നതാണ്. ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആധാർ കാർഡിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് പാൻ കാർഡ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാൻ കാർഡ് നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പാൻ കാർഡിൽ എങ്ങനെയാണ് നെയിം ഉള്ളത് അത് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഫിച്ച് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വി ഹാവ് സക്സസ്ഫുള്ളി റിസീവ്ഡ് ദ ഡോക്യുമെൻറ്റ് എന്ന് എഴുതി കാണിച്ചിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അങ്ങനെ കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും നിങ്ങളുടെ ഇന്റർഫേസിലോട്ട് ആധാർ യൂസിങ് OTP എന്ന് പറയുന്ന ഇന്റർഫേസ് വരുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് പാൻ കാർഡ് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം വരും. കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ കറക്റ്റായി എടുത്തു കഴിഞ്ഞാൽ ലുക്സ് ഗുഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ ഉണ്ടാകും, നിങ്ങളുടെ സൈൻ വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ടേക്ക് എ സെൽഫി വിത്ത് KYC എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫി എടുത്ത് കൊടുക്കാൻ പറയുന്നതാണ്. ആ റൗണ്ടിന് ഉള്ളിൽ വരുന്ന രീതിയിൽ നിങ്ങളൊരു സെൽഫി എടുത്ത് കൊടുക്കുക. അപ്പോൾ പച്ച കളറിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സെൽഫി വരുന്നതായിരിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. അടുത്തതായിട്ട് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സിഗ്നേച്ചർ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൈന് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അതും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നേച്ചർ സബ്മിറ്റ് ആവുന്നതായിരിക്കും. ആഡ് നോമിനി ഫോർ യുവർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് നോമിനിയെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിത് സ്കിപ്പ് അടിച്ച് കളയാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫിനിഷ് അക്കൗണ്ട് സെറ്റപ്പ് യൂസിങ് ആധാർ ഇ-സൈൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു OTP വെരിഫിക്കേഷൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇ-സൈനിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഗ്രോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇത്ര നേരം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രൂഫുകളും നിങ്ങളുടെ സെൽഫി സിഗ്നേച്ചറൊക്കെ ഉൾപ്പെടെയുള്ള ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇത്ര നേരം കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ നിങ്ങളത് ഉറപ്പുവരുത്താനായിട്ട് അടിഭാഗത്തോട്ടൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ സൈൻ നൗ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബോക്സിൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെക്ക് ബോക്സിലൂടെ ക്ലിക്ക് ചെയ്യണം. ആധാർ നമ്പർ അല്ലെങ്കിൽ EID നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെൻഡ് OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP ചെല്ലും. ആ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. OTP എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ആൻഡ് സൈൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാലിഡേറ്റിംഗ് OTP പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് വരും. അതിനുശേഷം OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നതായിരിക്കും. ആധാർ കാർഡിൻ്റെ ഒരു മാസ്ക് ടൈപ്പ് ഫോട്ടോയും കാണാൻ സാധിക്കും. കണ്ടിന്യൂ കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്കിങ് ആണ്. ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തവർക്ക് ലിങ്ക് ആധാർ ആൻഡ് പാൻ എന്നുള്ള പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ലിങ്ക് ചെയ്തിരിക്കുന്ന ആൾക്ക് ഐ ആം ഓൾറെഡി ലിങ്ക്ഡ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ അക്കൗണ്ടിലോട്ട് ആയിരിക്കും ആദ്യം തന്നെ ചെല്ലുന്നത്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗ്രോൻ്റെ തന്നെ അതേപോലെ തന്നെ ഗ്രോ പേയ്മെൻറ്റും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ ഫുൾ നെയിം ആയിരിക്കും പാൻ കാർഡിലതുപോലെ തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് റെഫറൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വാലറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ബാങ്ക് ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് നിങ്ങളുടെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടുള്ള വെരിഫിക്കേഷനിലൂടെ ആയിരിക്കും ഇതിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ₹1 നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾ സ്റ്റോക്കിലോട്ട് വന്നതിന് ശേഷം സെർച്ച് ബാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കമ്പനികളുടെയും നെയിം എൻ്റർ ചെയ്തുകൊണ്ട് ആ കമ്പനീൻ്റെ സ്റ്റോക്ക് ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ആ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി യൂട്യൂബിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു 48 ഹവേഴ്സ് വരെയാണ് നിങ്ങൾക്ക് ടൈമിംഗ് പറഞ്ഞിട്ടുള്ളത്. പേയ്മെൻറ്റ് ചെയ്യാനും വാലറ്റിലോട്ട് ക്യാഷ് ആഡ് ചെയ്യാനൊക്കെ ഉള്ള ടൈമിംഗ്. അപ്പോൾ ആ ടൈമിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഒഫീഷ്യലി നിങ്ങളുടെ ഗ്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അത് യൂസ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.